സോ ഗൈസ് അഗെയിൻ നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ സാൻ ആൻഡ്രിയാസിൻ്റെ അടുത്ത വീഡിയോ ഗൈസ്. അപ്പം നമ്മൾ മിഷൻസിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ നിർത്തി. മിഷൻസ് ഭയങ്കര ബോറാണ് ഗൈസ്. ഞാനത് പറഞ്ഞല്ലോ 3-4 തവണ ഞാൻ കളിച്ച് തീർത്തുക, അതുകൊണ്ട് ബോറാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മോഡ് വീഡിയോസ് ചെയ്യാം ഗൈസ്. മോഡ് വീഡിയോസ് എന്നാണെന്നറിയാമല്ലോ, അത് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മളിതേ മിഷൻസൊക്കെ തീർന്ന് മൊത്തത്തിൽ പുറത്തിറങ്ങി നടക്കുവാണ്. നമ്മുടെ സീജനൊക്കെ ഉണ്ടാ, നമ്മൾ കാറൊന്നും മാറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ നല്ല പൈസക്കാരനാണ് ഗൈസ്. ഈ സ്ഥലം മൊത്തം നമ്മുടെ കയ്യിലാണ്, ബല്ലാസ് ഗ്യാങ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മളിന്ന് വെറുതെ ഒന്ന് കറങ്ങാനിറങ്ങിയാണ് കേട്ടോ. എല്ലാ പ്രശ്നവും കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസമാണ് കേസ് ഇത്. നമുക്ക് എന്തായാലും എങ്ങോട്ടേലും പോകും. ആ പുള്ളിക്കാരൻ നമ്മളെയാണ് കേസ് വിളിക്കണേ, അത് തന്നെ നമ്മളെയാണ്. ഹലോ, ആരാണ്? ഹലോ സീജി, ഒരു ലിഫ്റ്റ് തരാമോ? ലിഫ്റ്റ് തരാനൊന്നും പറ്റത്തൊന്നുമില്ല. നീ ആരാണ് ഗൈസ്? ഇവൻ ഏതാണ്? ഹലോ, ആരാടാ നീ? സീജി, എൻ്റെ പേര് സിസർ. ഞാനിവിടെ പുതിയതായിട്ട് വന്നതാണ്. പുതിയതായിട്ടാ ഗൈസ്? ഇവനെ വണ്ടിയിൽ കയറ്റണോ? നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ഞാൻ വണ്ടി കയറിക്കോട്ടെ, സ്ഥലം എത്തുമ്പോൾ ഞാൻ പറയാം എവിടെയാ ഇറക്കണ്ടേന്ന് പറയാം. ഓക്കെ ഗൈസ്, ഇവൻ ലിഫ്റ്റ് ചോദിക്കുകയാണ് ഗൈസ്. എവിടെ എത്തുമ്പോൾ ഇറക്കാന്നൊക്കെയാണ് പറയണത്. അല്ല, സ്ഥലം എത്തുമ്പോൾ പറയാമെന്നൊക്കെ പറയണം. നമ്മുടെ സീജനൊക്കെ ഉണ്ടാ, പഴയ പോലെ ഒന്നുമല്ല. ഗോൾഡ് ചെയിനും ഗോൾഡ് വാച്ചും കണ്ണാടി ഗോൾഡാണ് ഗൈസ്. റിച്ച് സീജയാണ് ഇപ്പം. ഓക്കെ, സീജയുടെ കയ്യിൽ ഇപ്പോൾ ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട് ഗൈസ്. എന്ത് ചെയ്യാൻ, റിച്ച് ആയിപ്പോയില്ലേ. പിന്നെ ഇവൻ്റെ കാര്യം എന്നാ ചെയ്യും കേസ്? ഇവനെ വണ്ടി കയറ്റണോ? ആള് തരികിടയാണെന്ന് തോന്നണം, കയ്യിൽ തോക്ക് കാണും. നിന്റെ കയ്യിൽ എന്താണ് തോക്ക്? അത് സീജി, ഞാൻ എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചേക്കോ. ബല്ലാസ് ഗ്യാങ് എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഉപദ്രവിക്കും. ഓ കേസ്, ഇവനെ ബല്ലാസ് ഗ്യാങ് കണ്ട് ഉപദ്രവിക്കാന്ന് പറയണം. ഓക്കെ, നീ കയറി. അവൻ്റെ കയറിയിട്ടുണ്ട്. എങ്ങോട്ടാണ് നിനക്ക് പോകേണ്ടത്? കേസ്, അവൻ പോകേണ്ട സ്ഥലം മാപ്പിൽ അയച്ചിട്ടുണ്ടെന്ന് പറയണം. നമുക്ക് എവിടെയാന്ന് നോക്കാം. കേസ്, അവന് പോകേണ്ടത് ഇവിടെ ആയിട്ടാണെന്നാണ് പറയണത്. കേസ്, അവന് പോകേണ്ടത് ഇവിടെ ആയിട്ടാണെന്നാണ് പറയണത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ആളവിടെ കൊണ്ട് ഇറക്കിയാൽ മതി കേസ്. നമ്മളെന്തായാലും ഇലക്കൂടേക്ക് ഒന്ന് ഇറങ്ങാനല്ലേ പോയത്. എന്തായാലും ഒരു പണിയാവട്ടെ. കേസ്, ഇവനെന്താ എടാ, നീ എത്തിനാണ് വെടി വെക്കണത്? അത് സീജി, എനിക്ക് ബല്ലാസ് ഗ്യാങ്ങിനെ പേടിയും. അവരെ കണ്ടാൽ വെടി വെക്കും. ബല്ലാസ് ഗ്യാങ് മാത്രമല്ല, മറ്റേ വാഗോസ് ഗ്യാങ്ങിനെ എനിക്ക് പേടിയാണ്. നീ എന്തിനാണ് ഇവരൊക്കെ പേടിക്കണം? അവർ നീട്ട് എന്താ പ്രശ്നം? അത് സീജി, അവന്മാര് അതൊരു വലിയ കഥയാണ് സീജി, ഇപ്പോഴെങ്കിലും പറഞ്ഞ തീരിയല്ല. ഓ കേസ്, ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് നേരത്തെ. എന്താണെന്ന് പറ നീ. അത് സീജി, ബല്ലാസ് ഗ്യാങ് ആണ് എൻ്റെ അച്ഛനമ്മേനെ കൊന്നു. കേസ്, ആള് കുറച്ച് സെൻറ്റി അടിക്കണം. നമുക്ക് എന്തായാലും അവൻ്റെ മൂഡൊന്ന് മാറ്റണം. ബല്ലാസ് ഗ്യാങ് ഇവൻ്റെ അച്ഛനമ്മേനെയും കൊന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവനുള്ള ദേഷ്യം തന്നെയാണ് ബല്ലാസ് ഗ്യാങ്ങിനോട് നമ്മളുള്ളത്, നമുക്കും ബല്ലാസ് ഗ്യാങ്ങിനോടുള്ളത്. കാരണം നമ്മുടെ അമ്മേനെയും സിജയുടെ അമ്മേനെയും ബല്ലാസ് ഗ്യാങ്ങിനെയാണ് കൊന്നത്. ഓക്കെ, ഇതിപ്പോൾ എന്നാ ചെയ്യും കേസ്? ഇവനെ ആള് നല്ല സങ്കടത്തിലാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവൻ്റെ സ്ഥലത്ത് കൊണ്ട് ഇറക്കാം. അല്ല, ബല്ലാസ് ഗ്യാങ് എന്തിനാണ് നിൻ്റെ അച്ഛനമ്മേനെ കൊന്നത്? അത് പിന്നെ സീജി, ഒരു ദിവസം എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ബല്ലാസ് ഗ്യാങ് ഒരു ദിവസം വന്ന് എന്തോ പേപ്പറിൽ ഈ സ്ഥലമൊക്കെ ബല്ലാസ് ഗ്യാങ്ങിൻ്റെ മെയിനായിട്ട് എടുത്തിട്ടുണ്ട്. ബിഗ് സ്മോക്ക് എന്നാണ് ആളുടെ പേര്. അപ്പോൾ അങ്ങേരുടെ പേരിൽ എഴുതി വെക്കുന്നതിന് എൻ്റെ അച്ഛൻ സമ്മതിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് അന്ന് അവർ ഒന്ന് ബിഗ് സ്മോക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മേനെയും കൊന്നു. എന്നെ കൊല്ലാൻ നോക്കി, പക്ഷെ ഞാനവിടെ നോടി രക്ഷപ്പെട്ടു. ഓക്കെ, ആള് ഭയങ്കര ഡിപ്രഷനിലാണ്. കാരണം ഇവൻ്റെ അതായത് ഒരു ഗ്യാങ് ചെയ്യണ പണി അവർ കോമൺ ആയിട്ട് ചെയ്യണൊരു പണിയാണ് ഇത്. ആരെങ്കിലും സ്ഥലവും പേരൊക്കെ എഴുതി കൊടുത്തില്ലെങ്കിൽ അവർ കൊന്നു കളയും. അങ്ങനെയാണ് ഈ ഗ്യാങ്സ് സ്ഥലങ്ങളൊക്കെ കൂടുതലും പിടിച്ചു വരുന്നത്. ഗ്രോ സ്ട്രീറ്റ് ഗ്യാങ്ങിലും ചെറിയ അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഓക്കെ, ബല്ലാസ് ഗ്യാങ് ഈ ബിഗ് സ്മോക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായ നാളെ ഗ്രോ സ്ട്രീറ്റിനെ ചതിച്ച് ബല്ലാസ് ഗ്യാങ്ങിൻ്റെ കൂടെ ചെയ്യുന്ന പുള്ളിയാണ്. ഓക്കെ, ഗ്രോ സ്ട്രീറ്റിലെ മെയിനായിട്ടൊരാളായിരുന്നു ബിഗ് സ്മോക്ക്. നമ്മളും ബിഗ് സ്മോക്കും തമ്മിലുള്ള ബന്ധം ഇവനോട് തൽക്കാലം നമുക്ക് പറയണ്ട. ഇപ്പം നമ്മൾ തമ്മിൽ ഇങ്ങനെയൊന്നുമില്ല. ബിഗ് സ്മോക്കിൻ്റെ ശത്രുവാണ്. എനിക്ക് തോന്നുന്നു ബിഗ് സ്മോക്കിനെ കൊല്ലാനുള്ള ഇനിയുള്ള നമ്മുടെ പരിപാടിയിൽ ഇവനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും കേസ്. കാരണം ആൾക്ക് അവരോട് നല്ല ദേഷ്യമുണ്ട്. ഓക്കെ,
നിന്നെ വിളിച്ചാൽ നീ വരുമോ? ചില പരിപാടിയൊക്കെ ഉണ്ട് നമ്മുടെ ഗ്യാങ്ങിൻ്റെതായിട്ടുള്ള. ആ വരാം സി ജെ, ഇനിയിപ്പോൾ എന്താ. ഓക്കെ, അവൻ വരാമെന്നാണ് ഈസ് പറയണത്. നമുക്കെന്തായാലും നേരെ അങ്ങോട്ടേക്ക് വിടാം. ഓക്കെ, ഇതാണ് നമ്മുടെ സിസറിൻ്റെ വീട്. അപ്പം ആള് ഒത്തിരി റിച്ച് ഒന്നുമില്ല ഈസ്. ഇത് വാടക അങ്ങനെയുള്ള ഒരു ഇതിലെടുത്തൊരു വീടാണ്. ഇവിടെയാണ് ശരിക്കുമുള്ള ഒരു ഫാമിലി താമസിക്കുന്നത്. ഇതാണ് സിസർ താമസിക്കുന്ന വീട്. ഇവിടെ ഒറ്റയ്ക്കാണ് സിസർ. നമുക്കെന്തായാലും ചെക്കൻ്റെ ഗ്യാങ്ങിൻ്റെ കൂടുന്ന ഒരു ഇതിൽ ഇവന് പുതിയൊരു വീട് മേടിച്ചു കൊടുത്തേക്കാം ഗൈസ്. ഇപ്പോഴല്ല, ആളെ നോക്കട്ടെ നമ്മൾ മൊത്തത്തിൽ എങ്ങനെയാണ് ഇവൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. എടാ, നിന്നെ ഒരു ഗ്യാങ് ഫൈറ്റിനൊക്കെ വിളിച്ചാൽ നീ വരുമോ? ബല്ലാസ് ഗ്യാങ്ങിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അവരെ എന്നൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യാം. ഞാൻ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ശിവൻ വല്ലാത്തൊരു ഇതാണ് കേട്ടെ. അവൻ മരിച്ചാലും അവന് കുഴപ്പമൊന്നുമില്ല. വല്ലാസ് ഗ്യാങ്ങിനെ കൊല്ലാൻ വേണ്ടി അവൻ എന്തും ചെയ്യാമെന്നാണ് പറയണം. ഓക്കെ, അവൻ്റെ അവൻ്റെ ഒരു പ്രതികാരമാണ് ഈസ് നമുക്ക് വേണ്ടത്. അവനുള്ളിൽ ആ ഒരു സ്പിരിറ്റുണ്ട്, അത് നമുക്ക് വേണം. ഗ്യാങ്ങിന് ശരിക്കും ഇത് ഉപയോഗപ്പെടും. ഓക്കെ, നീ പോര്. ഞാൻ എന്തായാലും നിന്നെ വിളിക്കാം. ഇപ്പം എന്തായാലും വീട്ടിലോട്ട് വിട്ടെ. ഓക്കെ സാർ, നമ്മൾ ബൈയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോവാം. ശരിയടാ, അപ്പം ഞാൻ പോണു. ഓക്കെ, ബൈ സി ജെ. നമുക്ക് പോവാം. ആളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. എന്തായാലും അവനെ നമുക്ക് വിളിക്കാം കേസ്. നമുക്ക് ആദ്യം നമ്മൾക്ക് ഇത് പോയി നമ്മുടെ ഇപ്പം ഗ്രോസറീസിൽ മെയിനായിട്ടുള്ള നമ്മുടെ സ്വീറ്റൊക്കെയാണ്. സ്വീറ്റിനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം. ഈ പോലീസുകാരൻ പണിയാണ് കേട്ടോ. ഇവനെന്തോ ആരെ പിടിക്കാൻ പോകുന്ന ഒരു ഇതിലാണ്. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം കേസ്. ഗ്രോ സ്ട്രീറ്റിൽ നമ്മുടെ വീട്ടിലേക്ക് പോവാം. നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ സ്വീറ്റിനോട് കാര്യങ്ങളൊക്കെ പറയാനാണ്. നമ്മളെന്തായാലും ആ വീട് മാറ്റാനുള്ളൊരു പ്ലാനിലാണ് കേസ്. ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു സി ജി ഇങ്ങനെ ഒരു പൊട്ട വീട്ടിൽ. സി ജിയുടെ മെയിൻ ഹൗസാണ്. നമുക്ക് വഴിയൊന്നും തെറ്റി കേട്ടാ. നമ്മൾ നേരെ പോകണമെന്ന് മറ്റേ സാൻഫിയാറോയിലേക്കാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കുറേ നേരം എടുത്ത് കേസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതൊക്കെ പെട്ടെന്നായിരുന്നു, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കുറേ സമയം എടുത്തു. അപ്പോൾ നമുക്ക് എന്തായാലും സിസ്റ്ററിൻ്റെ കാര്യമൊക്കെ നമ്മുടെ സീറ്റിനോട് പറയണം. ഇപ്പം സീറ്റ് വീട്ടിൽ കേസ് നമുക്ക് വിളിക്കാം. സിസ്റ്റർ നമ്പരൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ പുള്ളിയുടെ. വേണ്ട, സിസ്റ്റർ വീൽപ്പണ്ടു. സീറ്റിനെ വിളിക്കാം കേസ്. സീറ്റേ നമുക്ക് വിളിക്കാം. ഓക്കെ, സീറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ആൾ നിൽക്കണം. എടോ, അത് പിന്നെ സീറ്റ് ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഇവിടെ നിൽക്കണ്ട, ഇവിടെ മൊത്തം ഉമ്മാരെ വാ അങ്ങോട്ട് മാറി നിൽക്കാം. സി ഉമ്മാരുടെ വെച്ച് പറഞ്ഞാലേ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ വല്ല ചാരന്മാരും ഉണ്ടെങ്കിൽ മറ്റേ ബല്ലാസ് ഗ്യാങ്ങിനോട് പോയി പറഞ്ഞു കൊടുക്കും. പ്രത്യേകിച്ച് നമുക്ക് പേടിക്കേണ്ട ബിഗ് സ്മോക്കിനെ കേസ്. ആൾ നമ്മളെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുക. അത് പിന്നെ സീറ്റ് ഞാൻ ഇന്നേരം തന്നെ കണ്ടു. സിസർ എന്നാണ് അവൻ്റെ പേര്. സിസറോ? അത് നീ പറയുന്ന മറ്റേ സിസർ വിയൽപ്പാൻ്റെ കാര്യമാണോ? ആ അതെ, തനിക്ക് എങ്ങനെ അറിയാം? അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ്റെ അച്ഛനും അമ്മേനെയാണ് നമ്മുടെ ബിഗ് സ്മോക്ക് ആദ്യം കൊന്നത്. അവൻ അന്ന് വലിയ പ്രായമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അതിൻ്റെ പ്രതികാരം വീട്ടിൽ നടക്കുക. എന്നെ ഒരു ദിവസം കണ്ടായിരുന്നു എന്ന്. എന്നിട്ട് അവൻ എന്നോട് ഈ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ഒഴിവാക്കി കിട്ടി അവനെ. ഇവനൊക്കെ പിന്നെ പണിയായി കഴിഞ്ഞാൽ. എടാ, നീ എന്ത് പോയനാടാ സീറ്റ്? അവന് നല്ല പ്രതികാരമുണ്ട് ബല്ലാസ് ഗ്യാങ്ങിനോട്. അപ്പോൾ നമുക്ക് അവനെ കൂട്ടി കഴിഞ്ഞാൽ നല്ലൊരു ഉപകാരമാവും. ശരിയാ, ഞാനത് ചിന്തിച്ചില്ല. ഞാൻ അന്നേരം എന്തോ വലിയ തിരക്കിലെന്താണ്ട് പറഞ്ഞു. ഇപ്പം ഇവൻ ഇടയ്ക്ക് കയറി വന്നപ്പോൾ ഞാൻ അവനെ പറഞ്ഞങ്ങ് വിട്ട്. ഞാനിപ്പോൾ അവനെ കണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കി. അവനെല്ലാം ലിഫ്റ്റ് ചോദിച്ചതാണ്. അന്നേരം കയറ്റിയപ്പോഴാണ് ആളുടെ പേരും കാര്യങ്ങളൊക്കെ തിരക്കിയത്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്യാങ്ങിൻ്റെ എന്ത് കാര്യത്തിന് വിളിച്ചാലും വരണമെന്ന്. അപ്പോൾ അവൻ വരാമെന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ അവൻ നമ്മളെ ബിഗ് സ്മോക്കിനെ കൊല്ലാനായിട്ട് സഹായിച്ചേക്കും. അതുകൊണ്ടല്ലേ ഞാൻ അവൻ വണ്ടി കയറ്റിയത്. ശരിയാ. പിന്നെ എന്താ അതിൻ്റെ പരിപാടി? ഞാൻ കറങ്ങാൻ ഇറങ്ങിയത്. അന്നേരമാണ് ഇവനെ കണ്ടത്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ന് വൈകുന്നേരം ഒരു ഗ്യാങ് ഫൈറ്റ് ഉണ്ട്. നീ എന്നെ വിളിക്കുമോ? ഇനിയിപ്പോൾ എന്താ വിളിക്കുക? നമുക്കൊരു സ്ഥലം വരെ പോകണം. അവിടെ ബിഗ് സ്മോക്കിൻ്റെ ഗ്യാങ്ങിൽ മെയിനായിട്ടുള്ളവന്മാർ ഇറങ്ങുന്നുണ്ട്. അവന്മാരവിടെ
ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ ഒരു സ്ഥലത്തുണ്ടെന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു. നമുക്ക് അവിടെ പോയി അവന്മാരെ തൂക്കണം. അതിനിപ്പോൾ എന്താ, നമുക്ക് പോയേക്കാം. ഞാൻ ആ സിസ്റ്ററിനെ വിളിച്ചേക്കാം. ചെക്കനൊരു എന്തെങ്കിലുമൊക്കെ പഠിക്കട്ടെ. ആ അവനെ വിളിച്ചേക്ക്. ഇല്ല 3 പേരെ നമുക്ക് കൊല്ലാനുള്ളൂ. 3-4 പേരെങ്ങാണ്ടേ ഉള്ളൂ അവന്മാരെ. നമ്മളെത്ര പേരെ കൊന്നേക്കണം, നമുക്ക് സുഖമായിട്ട് തൂക്കാം അവന്മാരെ. ആ അത് കുഴപ്പമില്ല സെറ്റ്. നമുക്ക് ആ ഒരു സിസ്റ്ററിനെ വിളിച്ചേക്കാം. ചെക്കനെ കണ്ട എന്തായാലും മനസ്സിലാവട്ടെ. ആ നീ വിളി. ആ ശരിയെന്നാ, താൻ പൊക്കോ. ശരിടാ ശരി. ഓക്കെ, നമ്മൾ സീറ്റിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേസ്. നമ്മളെന്തായാലും വീട്ടിൽ കയറണില്ല. നമുക്ക് എന്തായാലും ബീച്ചിലേക്ക് പോവാം. വൈകുന്നേരം ആ നേരത്ത് നമുക്ക് സ്വീറ്റിൻ്റെ അടുത്തേക്ക് വന്നേക്കാം. ഓക്കെ, നമ്മളിത് ബീച്ചിലാണ്. കുറേ നേരം നമ്മൾ വന്നിട്ട് ഇവിടെ കുറേ പേരുണ്ട് കേസ്. നമ്മൾ ചുമ്മാ ചില്ലടിച്ച് നടക്കും. ഇന്ന് വൈകുന്നേരമാണ് പരിപാടിയൊക്കെ. ആ ഒരു ഗ്യാങ് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരമാണ്. അപ്പോൾ സ്വീറ്റ് എന്തായാലും സിസ്റ്ററിനെ വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന് വൈകുന്നേരം അവിടെ പോയി അവന്മാരെ മൊത്തം കൊല്ലണം. സ്വീറ്റ് വിളിച്ചപ്പോൾ എന്നെ വന്ന വഴിയിൽ നിന്ന് സ്വീറ്റ് വിളിച്ചായിരുന്നു. സ്വീറ്റ് പറഞ്ഞത് സ്ഥലം ഇവിടെ അല്ല, സാൻഫിയറും ഇല്ല, അപ്പോൾ ഒത്തിരി പോകണം. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടിയൊന്നും പറ്റിയില്ല, വേറെ വണ്ടിയൊക്കെ എടുക്കാനാണ് സിസ്റ്ററല്ല സ്വീറ്റ് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഈ ചിലപ്പോൾ ഞാൻ സിസ്റ്ററിനെ വിളിച്ചായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് അവൻ ഇന്ന് വീട്ടിലുണ്ടായാല നാളെയോ മറ്റന്നാളോ ഒക്കെ കാണത്തുള്ളൂ എന്നാണ്. അപ്പം ഞാൻ സ്വീറ്റിനെ വിളിച്ച് പറഞ്ഞ് നാളെയോ മറ്റന്നാളോ എല്ലാം പോയാൽ പോരേന്ന് ചോദിച്ചു. അപ്പോൾ സ്വീറ്റ് പറഞ്ഞാൽ പറ്റത്തില്ല, ഇന്ന് തന്നെ പോകണം. കാരണം അവന്മാർ ഇന്ന് തന്നെ തിരിച്ചു വരും കേസ് ലോസ് ആൻറ്റോസിലേക്ക് വന്നാൽ പിന്നെ കിട്ടിയില്ല അവന്മാരെ. ഒളിത്താവളത്തിലാണ് അവരെല്ലാവരും താമസിക്കണം. അതിനകത്താണ് നമ്മളെ സ്മോക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് വൈകുന്നേരം രാത്രി പോകണം. അപ്പോൾ ആ വീഡിയോ അടുത്താണ് വരുന്നതായിരിക്കും. നമ്മളിതൊരു സ്റ്റോറി പോലെ ചെയ്യാനാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് വെച്ചേക്ക്, ഒരു മണിയും വേണ്ട. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.